പരിമല തിരുമേനിയുടെ 111ാമത്തെ ഓർമ്മ പെരുന്നാളാണ് ഈ വർഷം കൊണ്ടാടുന്നത്. ഭാരതത്തിലെ ആദ്യ പരിശുദ്ധൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ലോകമെമ്പാടും നാനാജാതി മതസ്ഥരുടെയും പുണ്യവാനായിട്ട് കാണപ്പെടുന്ന ഒരു വ്യക്തി. ക്രൈസ്തവർ മാത്രമല്ല ഇവിടെ വന്നു പോകുന്നത്, എല്ലാ മതസ്ഥരും ഈ പുണ്യവാന്റെ അടുക്കൽ വന്ന് മധ്യസ്ഥ അപേക്ഷിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു എന്നുള്ളത് ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. 26-ാം തീയതി രാവിലെ വിശുദ്ധ കുർബാന, മൂന്നിന്മേൽ കുർബാനയോടെയാണ് പെരുന്നാളിന്റെ ആരംഭം കുറിക്കുന്നത്. അതേ തുടർന്ന് ദേവാലയത്തിലെ 3 ഭവനങ്ങളിൽ നിന്ന് ആഘോഷത്തോടെ കൊടി ദേവാലയത്തിൽ കൊണ്ടുവരികയും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് 3 കൊടിയും കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നതുമാണ്. പരിശുദ്ധ കാതോലിക്കായുടെ സാന്നിധ്യത്തിൽ ഇടമെത്രാപ്പോലീത്തായുടെ സഹ ആർമ്മ്യത്തിലും മറ്റു മെത്രാപ്പോലീത്തന്മാരുടെ ആർമ്മ്യത്തിലുമാണ് കൊടിയേറ്റ് കർമ്മം നടക്കുന്നത്. അതിനുശേഷം തീർത്ഥാടന വാര ആഘോഷം അഭിയന്യ ക്രിസോസ്റ്റമോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ തീർത്ഥാടന വാരാഘോഷം ആരംഭിക്കും. പരിശുദ്ധ കാതോലിക്ക തിരുമനസ്സുകൊണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. മുഖ്യ പ്രഭാഷണം ബഹുമാനായ പി.ജെ. ജോസഫ് മന്ത്രി നടത്തുന്നതായിരിക്കും. കൂടാതെ തിരുവല്ല എം.എൽ.എ, പത്തനംതിട്ട പാർലമെന്റ് MP ആന്റോ ആന്റണി, മറ്റ് കൗൺസിൽ അംഗങ്ങളുടെ ഒക്കെയും സാന്നിധ്യവും ഇതിനകത്ത് പ്രധാനമായിട്ടുണ്ടായിരിക്കും. എല്ലാ ദിവസവും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയോടാണ് പെരുന്നാളിന്റെ എല്ലാ ദിവസവും ആരംഭിക്കുന്നത്. വിവിധ ദിവസങ്ങളിൽ വിവിധമായ പ്രോഗ്രാമുകളുണ്ട്. ഒന്നാമത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവജനങ്ങളുടെ അഖണ്ഡ പ്രാർത്ഥന, 144 മണിക്കൂർ നിലനിൽക്കുന്ന അഖണ്ഡ പ്രാർത്ഥനയാണ്. അത് അന്ന് മുതൽ പെരുന്നാളിന്റെ 1-ാം തീയതി വൈകിട്ട് 5 മണി വരെയും അഖണ്ഡ പ്രാർത്ഥന ഉണ്ടായിരിക്കും. 2-ാമത്തെ ദിവസം യുവജന സംഗമം. ഈ പ്രാവശ്യത്തെ പ്രത്യേകതയായ പ്രോഗ്രാമാണ്. സൺഡേ സ്കൂൾ കുട്ടികളുടെ ഒരു സമ്മേളനം, വിദ്യാർത്ഥി സമ്മേളനം ഇവിടെ ഉണ്ട്. അത് മുൻകാലങ്ങളിൽ ഇല്ലാത്തതായ ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ സൈക്കിളുമുക്കിലുള്ള സെന്റ് തോമസ് സൺഡേ സ്കൂൾ, നിരണംപള്ളിയുടെ സൺഡേ സ്കൂൾ സെന്ററിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ വരെ കുഞ്ഞുങ്ങൾ ഒരു ആഘോഷമായ ഒരു പ്രൊസെക്ഷൻ നടത്തി. അതേ തുടർന്നായിരിക്കും സമ്മേളനം. ആ സമ്മേളനത്തില് ഉസാറ്റിന്റെ പ്രോ വൈസ് ചാൻസലർ പൗലോസ് ജേക്കബ് ആയിരിക്കും പ്രധാന മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. 28-ാം തീയതി രാവിലെ വിശുദ്ധ കുർബാനയും അതേ തുടർന്ന് മെഡിക്കൽ ക്യാമ്പ്. അത് കഴിഞ്ഞിട്ട് അഖില മലങ്കര ബസ്കിയാമ അസോസിയേഷൻ, നമ്മുടെ വൈദികരുടെ ഭാര്യമാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ബസ്കിയാമ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. അവരുടെ ഒരു സംഘടനയുണ്ട്. അവരുടെ ഒരു സമ്മേളനം അന്ന് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട റോസക്കുട്ടി ടീച്ചർ, ചെയർപേഴ്സൺ കേരള വനിതാ കമ്മീഷൻ റോസക്കുട്ടി ടീച്ചർ അതിന് നേതൃത്വം നൽകുന്നതായിരിക്കും. 29-ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ ദീദിമോസ് 1-ാമൻ തിരുമേനി, വലിയ തിരുമേനി എന്നറിയപ്പെടുന്ന പരിശുദ്ധ ബാബ തിരുമേനിയുടെ 93-ാമത്തെ ജന്മദിനം. അതേ തുടർന്ന് 50 പേർക്കോളം വിവാഹ സഹായ നിധി വിതരണം ചെയ്യുന്നു. പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ടാണ് അതിന്റെ വിതരണം നടക്കുന്നത്. അതില് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ അടൂർ പ്രകാശിന്റെ സാന്നിധ്യവും മുഖ്യ പ്രഭാഷണവും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും സമയത്ത് അറിയിക്കുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം പരിസ്ഥിതി സെമിനാർ ഉണ്ടായിരിക്കും. അതിനും ഇതിന്റെ പ്രശസ്തരായ ആൾക്കാരുടെ നേതൃത്വവും. 30-ാം തീയതി രാവിലെ അഖില മലങ്കര മർത്തമറിയ സമ്മേളനം. ഉച്ച കഴിഞ്ഞ് പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള സ്ഥാപനങ്ങളുടെ പാട്രൻസ് ഡേ, കുട്ടികളുടെ ഒരു പ്രോഗ്രാം. ഇവിടുത്തെ നഴ്സിംഗ് കോളേജ്, നഴ്സിംഗ് സ്കൂള്, നമ്മുടെ വളഞ്ഞവട്ടത്തുള്ള BCA MCA സ്ഥാപനത്തിന്റെ ഒരു പ്രോഗ്രാമാണ്. ഈ കുട്ടികളുടെ എല്ലാം കൂടെ ഏകോപിച്ചുള്ള ഒരു സമ്മേളനമാണ് നടക്കുന്നത്. 31-ാം തീയതി ഉപവാസവും മധ്യസ്ഥ പ്രാർത്ഥനയും. അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ എല്ലാ ആധ്യാത്മിക സംഘടനകളും കാര്യമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ ദിവസവും ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റ്
ഭൗതികമായ കാര്യങ്ങളെക്കാൾ കൂടുതലായി. 1-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ. രാവിലെ ചാപ്പയിൽ വിശുദ്ധ കുർബാന, അത് കഴിഞ്ഞ് പള്ളിയിൽ വിശുദ്ധ കുർബാന, അതിനുശേഷം തീർത്ഥാടന സംഗമം നടക്കുന്നുണ്ട്. മലങ്കര പ്രാർത്ഥനായോഗത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ ധ്യാന പ്രസംഗമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ബഹുമാനായ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ഉദ്ഘാടനത്തോടെ നടക്കുന്ന തീർത്ഥാടന സമ്മേളനം സംഗമം പരമല അസംബനാരോന്ന് വിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് രണ്ടാമൻ കാതോലിക്ക ആയിരിച്ചുകൊണ്ട് അതിന് അധ്യക്ഷനായിരിക്കുന്നതും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുന്നു. മറ്റ് തിരുമേനിമാരും പ്രശസ്ത വ്യക്തികളും അതിന് നേതൃത്വം നൽകുന്നതുമായി 2-ാം തീയതി രാവിലെയും പ്രധാന ദിവസം, പെരുന്നാളിന്റെ പ്രധാന ദിവസമാണ്. 3 മണിക്ക് വെളുപ്പിന് വിശുദ്ധ കുർബാന ആരംഭിക്കും. പിന്നെ 5:45 മണിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് 7:30 മണിക്കുണ്ട്. ഈ പെരുന്നാളിന്റെ പ്രധാന ദിവസമാണ്. 1-ാം തീയതി വൈകിട്ട് 5 മണിക്ക് അഖണ്ഡ പ്രാർത്ഥനയുടെ സമാപനം. 5:45 പരിശുദ്ധ വലിയ ബാബ തിരുമേനിയെയും മറ്റു തിരുമേനിമാരെയും പള്ളിമേടയിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് ആനയിക്കുന്നു. സന്ധ്യ നമസ്കാരം 6 മണിക്ക് തുടങ്ങുന്നു. സന്ധ്യ നമസ്കാരത്തിന് ശേഷം ശ്ലൈഹിക വാഴ്വ് നടക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അതിന് സന്ധ്യ നമസ്കാരത്തിന് പ്രസംഗമുണ്ട്. അതിനുശേഷം ശ്ലൈഹിക വാഴ്വ് സേവരി സിമൻസ് കൊണ്ടാണ് പ്രസംഗം നടത്തുന്നത്. അതിനുശേഷമാണ് നമ്മുടെ പ്രശസ്തമായ പരിമല പെരുന്നാളിന്റെ റാസ ആരംഭിക്കുന്നത്. ദേവാലയത്തിൽ നിന്ന് 8 മണിക്ക് റാസ ഇറങ്ങത്തെ പോലെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ചെറിയ കയറിയാണെങ്കിലും ഏതാണ്ട് 2 മണിക്കൂർ കൂടുതൽ സമയമെടുക്കുന്ന ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഭക്തി നിർഭരമായ റാസയാണ്. ഇതിൻ്റെ പ്രത്യേകമായ ഒരു പാട്ടും ഒരുക്കും ഒക്കെയും ഉണ്ട്. അതിലൊക്കെയും ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കത്തക്ക അനേകം ആളുകൾ അതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2-ാം തീയതി രാവിലെ വെളുപ്പിന് തന്നെ പ്രോഗ്രാം ആരംഭിക്കാൻ ഉറപ്പിച്ച പോലെ 7:15 മണിക്ക് പരിശുദ്ധ ബാബാതിരുമേനിയും വലിയ ബാബാതിരുമേനിയും മറ്റു തിരുമേനിമാരെയും ദേവാലയ അങ്കണത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നു. അതിനുശേഷം പ്രാർത്ഥന ആരംഭിക്കുന്നു. വിശുദ്ധ കുർബാന, തുടർന്ന് പ്രസംഗം, അത് കഴിഞ്ഞ് ശ്ലൈഹിക വാഴ്വ്, അത് കഴിഞ്ഞാണ് പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള സ്റ്റുഡൻസ് മൂവ്മെന്റ് MGOCSM വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പൊതുസമ്മേളനം നടക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് സമാപന റാസ നമ്മുടെ പള്ളിയിൽ നിന്ന് ഭക്തി നിർഭരമായി ആരംഭിച്ച് പടിഞ്ഞാറേ വാതിൽ വഴി പോയി പടിഞ്ഞാറേ ഗേറ്റ് കടന്ന് റോഡിൽ കൂടി പള്ളിയുടെ വടക്ക് ഭാഗത്തൂടെ വന്ന് പള്ളിക്ക് പ്രതിഷ്ഠം ചെയ്ത് പള്ളിയകത്ത് പ്രവേശിച്ച് വാഴ്വോടുകൂടി നമ്മുടെ പെരുന്നാള് സമാപിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ